ഹലോ എവരിവൺ, എല്ലാവർക്കും കൊമേഴ്സ് PYQസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +2 മലയാളത്തിലെ അവകാശങ്ങളുടെ പ്രശ്നം എന്നുള്ള പാഠഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ പാഠഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ്. അപ്പം മൊത്തത്തിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ വീഡിയോയിൽ നോക്കുന്നത്. പിന്നെ ഈ പാഠഭാഗം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയെ അവലംബിച്ച് മനുഷ്യൻ്റെ അസ്തിത്വാവസ്ഥ, വിപണിയുടെ കാപട്യം എന്നീ വിഷയങ്ങളെപ്പറ്റി നവമാധ്യമങ്ങളിൽ പ്രകാശിപ്പിക്കാനായി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ബോർഡ് 2018 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. അസ്തിത്വ അന്വേഷണവും വിപണിയുടെ കാപട്യവും പ്രമേയമാക്കി പി പത്മരാജൻ രചിച്ച കഥയാണ് അവകാശങ്ങളുടെ പ്രശ്നം. അപ്പം ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ആമുഖമായിട്ട് എഴുതാവുന്നതാണ്. ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആമുഖമായിട്ട് ഈ ഒരു സെൻറ്റൻസ് എഴുതാവുന്നതാണ് കേട്ടോ. മാതാപിതാക്കളുടെ ചിത്രങ്ങൾ വാങ്ങാൻ വന്ന് വിപണിയുടെ സമുദ്രത്തിൽ സ്വയം നഷ്ടപ്പെട്ട് കുഴഞ്ഞു വീഴുകയും ഒടുവിൽ ഛായാപടമായി വിൽക്കപ്പെടുകയും ചെയ്യുന്ന ദിവാകരൻ എന്ന കഥാപാത്രത്തെ ഇതിൽ അവതരിപ്പിക്കുന്നു. നമുക്ക് തന്നെ അപരിചിതമായി മാറുന്ന ആധുനികതയുടെ വൈപരീത്യമാണ് പത്മരാജൻ ചിത്രീകരിക്കുന്നത്. എന്തിനേയും വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന കഴുകൻ കണ്ണുകളുള്ള ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ക്രൂരമുഖവും ഈ കഥയിൽ കാണാം. അടുത്തത് നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവിൽ സ്വന്തം മാതാപിതാക്കളുടെ ചിത്രങ്ങൾ ദിവാകരന് ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാവാം? ഉത്തരം നോക്കാം. മരിച്ചവരുടെ ഛായാപടങ്ങൾ അസംഖ്യം നിരത്തി വച്ചിരിക്കുന്ന ഒരു തെരുവിലാണ് ദിവാകരൻ എത്തുന്നത്. സ്വന്തം മാതാപിതാക്കളുടെ ചിത്രമാണ് ദിവാകരൻ തിരയുന്നത്. പല കടകളിലായി ഇതിനോടകം 10,000-കണക്കിന് ചിത്രങ്ങൾ അയാൾ തിരഞ്ഞു. കണ്ട് എല്ലാ ചിത്രങ്ങളും ഒരുപോലെയാണെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ഏതെന്ന് പോലും അയാൾ മറന്നു. ഒരിക്കലും തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ല എന്നും കണ്ടാൽ പോലും അവ തിരിച്ചറിയാൻ തനിക്ക് കഴിയില്ല എന്നും അയാൾ ഭയന്നു. തൻ്റെ ലക്ഷ്യം പോലും മറന്നു പോവുകയാണ് ദിവാകരൻ. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ദിവാകരന് ലഭിക്കാതെ പോയത്. അടുത്തതായി 6 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്താ ഉറപ്പ്? കച്ചവടക്കാരൻ്റെ ചോദ്യം ദിവാകരൻ്റെ തുടർന്നുള്ള അന്വേഷണത്തെ സ്വാധീനിക്കുന്നുണ്ടോ? വിശദമാക്കുക. ഉത്തരം നോക്കാം. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവിൽ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ അന്വേഷിച്ച് പ്രതീക്ഷയോടെ എത്തിയതാണ് ദിവാകരൻ. രാവിലെ മുതൽ തുടങ്ങിയ അന്വേഷണം സന്ധ്യയാകും വരെ നീളുന്നു. 10,000-കണക്കിന് ചിത്രങ്ങളിലൂടെ ദിവാകരൻ കടന്നുപോയി. എന്നിട്ടും ആവശ്യമുള്ള ചിത്രങ്ങൾ അയാൾക്ക് ലഭിച്ചില്ല. രണ്ടാമത്തെ കടയിൽ നിന്ന് പരിശോധനയും കഴിഞ്ഞ് നിരാശനായി പുറത്തിറങ്ങി 3ാമത്തെ കടയിൽ കയറുമ്പോൾ വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്താ ഉറപ്പ് എന്ന് ആ കടക്കാരൻ ദിവാകരനോട് ചോദിക്കുന്നു. ഇത് ദിവാകരൻ്റെ അന്വേഷണത്തെ കാര്യമായി ബാധിച്ചു. ഇതുവരെ താൻ പിന്നിട്ട അസംഖ്യം ഛായാപടങ്ങളിലൊന്ന് അച്ഛൻ്റേതായിരുന്നില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും എന്ന ചിന്ത ദിവാകരനെ കുഴയ്ക്കുന്നു. വേണ്ടപ്പെട്ടവരുടെ ചിത്രത്തിനായി ഉത്സാഹത്തോടെ എത്തിയ ദിവാകരൻ തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ മറന്നു തുടങ്ങുന്നതും കഥയിലുണ്ട്. അവസാനം കയറിയ കടയിൽ നിന്ന് ഇതാ എൻ്റെ അച്ഛൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഏതോ ഒരു വൃദ്ധൻ്റെ പടം വാരി വലിച്ചെടുക്കാൻ തുടങ്ങിയത് ദിവാകരൻ്റെ ആത്മവിശ്വാസം ചെറുതായി ഉലച്ചിരുന്നു. ഇങ്ങനെ ദിവാകരൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന് കച്ചവടക്കാരൻ്റെ ചോദ്യം ഒരു കാരണമായി മാറിയിട്ടുണ്ട്. അടുത്തതായി 8 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥ അപമാനവീകരണത്തിൻ്റെ പ്രശ്നങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഈ അഭിപ്രായം വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവിൽ സ്വന്തം മാതാപിതാക്കളുടെ ചിത്രം അന്വേഷിച്ച് വിയർത്ത് കിതച്ചെത്തുന്ന ദിവാകരനാണ് അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രം. തെരുവിലെ ഇരുഭാഗത്തുമുള്ള കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന നിരവധിയായ ഛായാപടങ്ങളിൽ മാതാപിതാക്കളുടെ ചിത്രം കണ്ടെത്താൻ കഴിയാതെ ഹതാശനാവുകയാണ് ദിവാകരൻ. എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വിധം ചിത്രങ്ങളുമായി കടകൾ ഉപഭോക്താവിന് വേണ്ടി വായും പിളർന്നിരിക്കുന്നു.
അതിൽ നിന്ന് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുക ക്ലേശകരമാണ്. ഇങ്ങനെ വിപണിയുടെ സമുദ്രത്തിൽ തുഴയില്ലാതെ തുഴഞ്ഞ ദിവാകരൻ ഒടുവിൽ വിൽപ്പന വസ്തുവായി മാറി. അച്ഛൻ്റെ ചിത്രം തേടി വന്ന 2 കുട്ടികൾ ദിവാകരൻ എന്ന ഛായാപടത്തെ പർച്ചേസ് ചെയ്യുന്നു. ഒരു കടലാസ് കൂട്ടിലാക്കി ദിവാകരനെ കടക്കാരൻ അവർക്ക് ഭംഗിയായി പൊതിഞ്ഞു നൽകി. എന്തിലും കച്ചവട സാധ്യത കാണുന്ന, എന്തിനേയും വിറ്റ് കാശാക്കുന്ന ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ക്രൂരത ഇവിടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നു. പണത്തിന് മാത്രമാണ് വിപണിയിൽ മൂല്യമുള്ളത്. മാനവികത അവിടെ അപ്രസക്തമാകുന്നു. ഉൽപ്പന്നം തേടി ഉൽപ്പന്നമായി മാറുന്ന ദിവാകരൻ അപമാനവീകരണത്തിന് തെളിവാണ്. നാഗരികത പ്രസരിപ്പിക്കുന്ന ബ്രഹ്മാത്മക വെളിച്ചത്തിൽ ആവശ്യമുള്ള ചിത്രം തിരഞ്ഞെടുക്കാൻ കഴിയാതെ പോകുന്ന ദിവാകരൻ നഗരവൽക്കരണത്തിൻ്റെ സങ്കീർണതകളിലേക്ക് വായനക്കാരൻ്റെ ശ്രദ്ധ തിരിക്കുന്നു. വെളിച്ചത്തിൻ്റെ ധൂർത്താൽ ചതിക്കപ്പെട്ട അന്വേഷിയായി ദിവാകരൻ മാറുകയാണ്. മാനവികത നഷ്ടപ്പെട്ട സമൂഹത്തിൻ്റെ ചിത്രം യഥാർത്ഥമായി അവതരിപ്പിക്കുന്നു പി. പത്മരാജൻ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ. ഈ പാഠഭാഗത്ത് നിന്ന് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആമുഖം എഴുതുക എന്നുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസിനും, അതായത് 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേനും അതിൽ നമ്മൾ ആമുഖം ആൻസർ എഴുതുമ്പോഴത്തേനും ആമുഖം കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. 1 മാർക്ക് ആമുഖത്തിനാണ്. ആമുഖം നിങ്ങൾ എഴുതിയില്ലെങ്കിൽ നോക്കുന്ന ടീച്ചറിന് ഒരു ഇമ്പ്രഷൻ പോവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ 1 മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആമുഖം എഴുതാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ആമുഖം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. ആൾക്കൂട്ടത്തിലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന മനുഷ്യരുടെ വ്യഥകൾ, വിപണിയുടെ കാപട്യം, നഗരവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു ചെപ്പിലൊതുക്കി അവതരിപ്പിച്ച കഥയാണ് പി. പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം. അപ്പം ഇത് കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല. എല്ലാ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിലും ഇത് എഴുതിക്കോളാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.